പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുണ്ടക്കൈക്ക് മുകളിലാണ് പുഞ്ചിരിമറ്റം വഴിയാണ് ഉരുൾ പൊട്ടി വന്നത്. ആ ഭാഗങ്ങളിൽ എത്ര വീടുകൾ ദുരന്തത്തിൽ പെട്ടുപോയിട്ടുണ്ട്, എത്ര മനുഷ്യർ അവിടെ മണ്ണിനടിയിൽ ആണ്ടുപോയിട്ടുണ്ടെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. കാരണം ഇക്കാണുന്ന രക്ഷാപ്രവർത്തകർക്കോ സൈന്യത്തിനോ പുഞ്ചിരിമറ്റത്തേക്ക് ഇനിയും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ മഹേഷ് പോലൂരിലേക്ക് പോകുന്നു. മഹേഷ്, ബെയിലി പാലം നിർമ്മാണം നടക്കുന്ന മേഖലയിലാണുള്ളതെന്ന് മനസ്സിലാക്കുകയാണ്. മഹേഷ്, നമുക്കിപ്പോഴും ഈ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ, ഹിറ്റാച്ചുകളൊന്നും ഈ മേഖലയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ എത്തിച്ചാൽ മാത്രമേ, കുറെ കൂടി വലിയ എക്യുപ്മെന്റ്സ് അവിടേക്ക് എത്തിയാൽ മാത്രമേ ഇനിയും എത്ര പേരെ കണ്ടെത്താൻ കഴിയും, എത്ര വലിയ വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണെന്നൊക്കെ കുറെ കൂടി കണ്ടെത്താൻ കഴിയണമെങ്കിൽ ഈ പാലം നിർമ്മാണം പൂർത്തിയാകണം. കാരണം അങ്ങോട്ടേക്കുള്ള യാത്രാ മാർഗം ഈ പാലം മാത്രമായിരുന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ സൈന്യം പങ്കുവെക്കുന്നുണ്ട്. മഹേഷ്, അവിടെ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? എത്ര മണിയോടുകൂടി നമുക്കിതിലൂടെയുള്ള സഞ്ചാരം പൂർണ്ണമായി നടത്താൻ കഴിയും? സൈഫു, വൈകിട്ടോട് കൂടി തന്നെ ഈ പാലത്തിന്റെ പണി പൂർണ്ണമായും പൂർത്തിയായ ശേഷം സൈന്യം കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ പുരോഗതിയുണ്ട്. കാരണം ഇന്നലെ വൈകിട്ട് നമ്മൾ വരുമ്പോൾ ഈ പാലത്തിന്റെ ആ തുടക്ക ഭാഗത്തുള്ള ഗഡറുകൾ മാത്രമായിരുന്നു സ്ഥാപിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നേരം പുലരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. അതായത് കുത്തിയൊലിക്കുന്ന ഈ പുഴയ്ക്ക് കുറുകെ സൈന്യം ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോഴും ഗഡറുകൾ പൂർണ്ണമായി സ്ഥാപിച്ച് കഴിഞ്ഞിട്ടില്ല. 170 അടിയുള്ള ഒരു പാലമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഓരോ 10 മീറ്ററിന്റെയും ഗഡറുകൾ അടുക്കി വെച്ച ശേഷം അവിടെ നിന്ന് മുന്നോട്ട് അത് പതിയെ തള്ളിക്കൊണ്ടുവരിക. അതിനുശേഷം ഈ ഉറപ്പുള്ള പ്രദേശത്ത് അത് ഉറപ്പിക്കുക എന്നുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അതിന് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ടെറൈൻ ആണ് ഇത്. കാരണം ഇവിടെ ആവശ്യത്തിന് അത് ഉറപ്പാക്കി നിർത്താനുള്ള ഒരു സ്പേസ് ഇതിന്റെ ബാക്കിൽ ഇല്ലായിരുന്നു എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ അതിനെ മറികടക്കാനുള്ള സാങ്കേതിക വിദ്യ സൈന്യം അത് കൈവരിച്ചിരുന്നു. അവരതിന് വിശദമായ പഠനം നടത്തിയ ശേഷമാണ് ഇതിന്റെ ഈ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ആ തരത്തിൽ നോക്കുമ്പോൾ ഈ പാലത്തിന്റെ നിർമ്മാണം ഒരു അവസാന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പാതി പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഈ അടുക്കി വെച്ചിരിക്കുന്ന, ഇപ്പോൾ നമുക്ക് ക്യാമറമാൻ ലയേഷ് അതിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു തരും. അവിടെ ഒരു വശത്ത് അവിടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ആ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത്, അത് ഇപ്പോൾ സൈഫുദ്ദീൻ അത് കാണാമെന്ന് തോന്നുന്നു, ഒരു ഹിറ്റാച്ചി ഉപയോഗിച്ച് അവിടെ സൈനികർ അതിന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അവിടെ എത്തി എന്നുള്ളതാണ്. ഈ പാലത്തിന് കുറുകേക്ക് വരുമ്പോൾ, അതായത് ഈ പുഴയ്ക്ക് കുറുകിലേക്ക് നമ്മുടെ ഇപ്പോൾ ക്യാമറ പാൻ ചെയ്ത് വരുമ്പോൾ കാണുന്ന ഭാഗത്ത്, അവിടെ ഇനിയുള്ളത് ആ ഭാഗങ്ങളിൽ പ്ലാറ്റ്ഫോം ഇടുക എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ ആ താഴ്ഭാഗത്തേക്ക് നോക്കാം. ആ താഴ്ഭാഗത്ത്, ആ ഗഡറിന്റെ താഴ്ഭാഗത്തുള്ള ഏരിയയിൽ അവിടെ പ്ലാറ്റ്ഫോം വെക്കേണ്ടതുണ്ട്. ആ പ്ലാറ്റ്ഫോമിന് മുകളിലൂടെയാകും വാഹനങ്ങൾ പോകുക. ഇപ്പം അവിടെ ആ ഭാഗത്ത്, അതായത് ആ തുടങ്ങുന്ന ഭാഗത്ത് അവിടെ ഒരു ഫില്ലർ വെച്ചതായിട്ട് നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാങ്കേതിക വിദ്യയിൽ ഒന്ന് അതാണ്. കാരണം ഈ പാലത്തിന്റെ ഒരു പ്രശ്നം, അതിന്റെ പുറകോട്ട് ആ കടയ്ക്ക് നേരെ ആളുകൾ നിൽക്കുന്ന ആ പ്രദേശത്ത്, ആ കാണുന്ന കടക്ക് നേരെ നിൽക്കുന്ന ആ പ്രദേശത്തേക്ക് പുറകോട്ട് വലിയ ദൂരമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള പില്ലറുകൾ ആവശ്യമായിരുന്നു. എന്തായാലും മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. മഴ ഇല്ല, നേരിയ ചാറ്റൽ മഴ മാത്രമാണ്. സൈന്യം ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു താൽക്കാലിക നടപ്പാലം കൂടി ഇന്നലെ രാത്രി സജ്ജീകരിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും വേഗം കൂടാൻ ഒരു കാരണം, കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് മുകളിലേക്ക് എത്തിപ്പെടാൻ കാരണം ഈ നടപ്പാലം തന്നെയാണ്. ഈ നടപ്പാലം ഇന്നലെ നമ്മൾ കണ്ടതാണ്. അവിടെ മരവും മറ്റും ഉപയോഗിച്ച്, കവുങ്ങുമൊക്കെ ഉപയോഗിച്ച് കെട്ടിയ ഒരു താൽക്കാലിക പാലവും ഒരു കയറുമൊക്കെ ആയിരുന്നു ഇന്നലെ ഇക്കരയ്ക്ക് കടക്കാൻ, ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കടക്കാനുള്ള ഏക മാർഗം. പക്ഷേ ഇപ്പോഴതല്ല, സൈനികർ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന് മുകളിലൂടെയാണ് ഞങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിയത്. മാത്രമല്ല, രക്ഷാപ്രവർത്തകർ, നമുക്ക് അവിടെ ആളുകളെ, അവിടെ ഓരോ മുകളിലേക്ക് കയറി പോകുന്ന ഓരോ ആളുകളുടെയും പേര്, വിവരങ്ങൾ അവിടെ രേഖപ്പെടുത്തിയ ശേഷമാണ്, മുണ്ടക്കൈ ഭാഗത്തേക്ക് ആരൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷമാണ് സൈന്യം ഇങ്ങോട്ടേക്ക് ആളെ വിടുന്നത്. രക്ഷാപ്രവർത്തകർ കൂട്ടമായി അങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശം വലിയ സ്ഥലമാണ്, അതായത് ഞങ്ങൾ ഈ നിൽക്കുന്ന പ്രദേശത്തൊക്കെ. അപ്പൊ അവിടെയൊക്കെ ഇപ്പോൾ നോക്കൂ, ആ ഹിറ്റാച്ചി വന്ന് നിൽക്കുന്ന സ്ഥലത്തിന്റെ, ആ ഹിറ്റാച്ചി പതിക്കുന്ന സ്ഥലത്തിന്റെ ഒരു മണ്ണിന്റെ അവസ്ഥ നോക്കൂ. ഇത്രയേറെ ഒന്ന് തൊടുമ്പോൾ തന്നെ അത് താഴ്ന്നു പോകുന്ന ഒരു മണ്ണാണ്. അതായത് ഈ പുഴയിൽ
താഴ്ന്നു പോകുന്ന ഒരു മണ്ണാണ്. അതായത് ഈ പുഴയിൽ നിന്ന് മറുകരയിലേക്ക് എത്തുമ്പോൾ പോലും ആളുകൾക്ക് നടക്കുമ്പോൾ അവിടെ കാല് താഴ്ന്നു പോകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് വളരെ വേഗം കൂടിയിട്ടുണ്ട്. മറുകരയിലേക്ക് കൂടുതൽ ആളുകൾ പോയിട്ടുണ്ട്. വലിയ വലിയ വാഹനങ്ങൾ ഇന്ന് പോകും. ഇന്നലെ സാധ്യമായ ഹിറ്റാച്ചികളൊക്കെ മുകളിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ അതും പോരാ. കാരണം അതിനപ്പുറത്ത് പുഞ്ചിരിമറ്റം എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് കൂടി എത്തണമെങ്കിൽ ഒരു ഇടത്താവളം എന്നോണം മുണ്ടക്കൈയിലും വലിയ കാര്യങ്ങൾ. ഇപ്പോൾ നോക്കൂ, അവിടെ ഉദ്യോഗസ്ഥർ അതിന്റെ എക്യുപ്മെന്റുകൾ അത് തന്നെയാണ് മഹേഷ്. നമ്മളിപ്പോ ഈ ബെയിലിപ്പാലം നിർമ്മാണം പൂർത്തിയായാലും കുറെ കൂടി വലിയ എക്യുപ്മെന്റ്സ്, വലിയ ഇറ്റാച്ചുകൾ അപ്പുറത്തേക്ക് കടക്കും. പുഞ്ചിരിമറ്റത്തേക്ക് ഇപ്പോഴും ജെസിബികൾക്കോ ഇറ്റാച്ചുകൾക്കോ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ബെയിലിപ്പാലം കടന്നാലും പുഞ്ചിരിമറ്റം വരെയൊക്കെ ഈ ഇറ്റാച്ചുകൾക്ക് പോകാൻ ആവശ്യമായ പാത കൂടി ഒരുക്കേണ്ടതായി വരില്ല. അതോ ചെറിയ റോഡുകൾ അങ്ങോട്ടേക്ക് എത്താൻ നിലവിലുണ്ടോ? തകരാത്ത റോഡുകളുണ്ടോ? ഇല്ല. മുണ്ടക്കൈ ഒരു അങ്ങാടി തന്നെ പൂർണ്ണമായും നാമാവശേഷമായ സാഹചര്യത്തിൽ അവിടേക്ക് പുതിയ പാത വെട്ടി തുറക്കേണ്ടി വന്നേക്കും ആ ഭാഗത്തേക്ക് എത്താൻ. ഇന്നലെ ഞങ്ങൾ അവിടെ ആ പ്രദേശത്ത് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സന്നദ്ധ പ്രവർത്തകൻ വിരൽ ചൂണ്ടി കാണിക്കുകയായിരുന്നു. ആ കാണുന്നതാണ് പുഞ്ചിരിമറ്റം എന്ന സ്ഥലം ഉണ്ടായിരുന്നത്, ആ പാറക്കൂട്ടമാണ് എന്നാണ് പറഞ്ഞത്. അതായത് ആ പ്രദേശത്തേക്ക് ഈ ഉരുൾ പൊട്ടി ഒഴുകി വന്ന സ്ഥലത്തുകൂടി ആയിരുന്നു അങ്ങോട്ടുള്ള പാത മുഴുവൻ ഉണ്ടായിരുന്നത്. അവിടെ 50-ലധികം വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ വീണ്ടും പുതിയ വഴികൾ തേടേണ്ടി വരും. സൈന്യം കുറെ കൂടി പുതിയ വഴികൾ തേടേണ്ടി വരും. സൈന്യം കുറെ കൂടി അവിടെ അധ്വാനിക്കേണ്ടി വരും. ഒരുപക്ഷെ നമ്മളെ ആദ്യ ഡെസ്റ്റിനേഷൻ, ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന പുഞ്ചിരി മറ്റത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. മുണ്ടക്കൈയിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് രക്ഷാപ്രവർത്തനം നേരത്തെ ഫൈസൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ സാജിദ് ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ അവിടെ കുറെ കൂടി ഇന്ന് ഊർജിതമായി രക്ഷാ ദൗത്യം നടക്കും. അതോടൊപ്പം തന്നെ മുന്നോട്ടേക്ക് പോകാനുള്ള പുതിയ വഴികൾ തേടേണ്ടി വരും. ഇപ്പോൾ ഈ ചൂരൽ മലയിൽ ഇപ്പോൾ വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഈ പറയുന്ന മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നുണ്ട്. ഞാൻ ഈ റിപ്പോർട്ട് തുടങ്ങുന്ന സമയത്ത് മഴയായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. തെളിഞ്ഞ ആകാശമാണ്. പക്ഷെ ഇങ്ങോട്ടേക്കുള്ള വഴിയിലൊക്കെ ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ വലിയ കോടമഞ്ഞും ദുഷ്കരമായ യാത്രാ വഴികളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ആളുകൾ ഇന്ന് കൂടുതൽ എത്തും. രക്ഷാപ്രവർത്തകർ. ശരി മഹേഷ്, കൂടുതൽ വിവരങ്ങൾ എടുക്കുക.